എല്ലാവരുടെ വിശേഷം സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ കയ്യിലുണ്ട്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒരു ശാന്തമായൊരു പുൽത്തകിടി ഉണ്ടേ. അപ്പം ഇവിടെ ഇപ്പോൾ രാത്രി 8:30 ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പം വലിയ ശല്യത്തിലൊന്നും ഇല്ലാത്തൊരു സ്ഥലം കാണുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് ഒറ്റയ്ക്കിരുന്ന് ഈശോയോട് സംസാരിക്കാനും കൂടുതൽ പേഴ്സണലി ഒരു ടൈം സ്പേസ് കൊടുത്ത് ഈശോയെ ഞാനപ്പോൾ വിചാരിച്ചു വചനം ഇവിടെ ഇരുന്ന് എടുക്കാമെന്ന്. വചനം നമ്മളോട് സംസാരിക്കുന്നത് 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലൂടെയാണ്. നിനക്ക് എൻ്റെ കൃപ മതി. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കഴിവിനേക്കാളും കൂടുതലായിട്ട് വേണ്ടത് എന്താണ്? ശരിക്കും ഈശോയുടെ കൃപയാണ്. കാരണം അത് പല സന്ദർഭങ്ങളിലായിട്ട് നമ്മളെ എന്ത് ചെയ്യും? ഈശോ മനസ്സിലാക്കി തരും. കാരണം നമ്മുടെ കഴിവ് കൊണ്ട് എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റണമെന്നില്ല. ഈവൻ ഒരു ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും അവർ നമ്മളോട് പറയത്തില്ലേ, നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ എന്തുണ്ട്? അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യാണ്ട് ഈശോയ്ക്കായിട്ട് വിട്ടുകൊടുക്കണം. ഞാൻ പറയുന്നത് നമ്മളൊന്നും ചെയ്യേണ്ടെന്നല്ല, നമ്മൾ ചെയ്യണം. പക്ഷേ ഈശോയ്ക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഗ്യാപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈശോ എന്ത് ചെയ്യും? കൃപ കൊണ്ട് നിറയ്ക്കും. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈശോയെ എൻ്റെ കഴിവല്ല, എപ്പോഴും നിൻ്റെ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ഞാൻ വളരെ സീറോയാണ്. നമ്മളങ്ങ് ഹമ്പിളായി കൊടുക്കുക. ഞാൻ ഒന്നുമല്ല, നിൻ്റെ ശക്തി, നിൻ്റെ കൃപ എന്നിൽ പ്രവർത്തിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ഈശോ കൃപകളാക്കി മാറ്റും. നമ്മുടെ കുറവുകളെ നിറവുകളാക്കി ഒരു കൃപയാക്കി മാറ്റാൻ ഈശോയ്ക്ക് എന്ത് ചെയ്യും? നമ്മുടെ ലൈഫിൽ സാധിക്കും. അപ്പോൾ ഈശോ എല്ലാവരെയും ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒത്തിരി ഈശോയുടെ കൃപയ്ക്കായിട്ട് കൃപയാൽ അനുദിനവും. അപ്പം ഈശോയുടെ കൃപ നമ്മൾ വന്ന് നിറയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രത്യേകം പ്രാർത്ഥിക്കാം.